ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാർദമായിട്ടുള്ള സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മഴക്കാലത്ത്, അതായത് നമ്മൾ മഴ സമയത്ത് നമ്മൾ വാഹനം ഓടിച്ച് പോകുന്ന സമയത്ത് നമ്മുടെ ഓട്ടോക്കാർ, നമ്മുടെ നാടിലുള്ള നായകന്മാരായിട്ടുള്ള നമ്മുടെ ഓട്ടോ ചേട്ടന്മാർ റോഡിൽ കാണിച്ചു വെക്കുന്ന ചില പട്ടിഷോനെ പറ്റി ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അവരുടെ പട്ടിഷോനെ പറ്റി ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ബിനോയ് എന്ന് പറയുന്ന ഒരു ഏട്ടൻ കമൻ്റ് ഇട്ടിട്ടുണ്ട്, നീ ഓട്ടോക്കാരെ മാത്രം അടച്ചാക്ഷേപിക്കരുത് എന്നുള്ളൊരു കാര്യം. ഞാൻ ഈ ചേട്ടനോട് പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് മാനസികപരമായിട്ട് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി എന്ന് ഞാൻ പറയുന്നു. അല്ലാതെ നിയമവശാൽ ഒരു തരത്തിലുള്ള അനാവശ്യങ്ങളും ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഓട്ടോ ഓടിക്കുന്ന ആൾക്കാരോട് നമുക്ക് പേഴ്സണലി ഒരു തരത്തിലുള്ള വിദ്വേഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരും അധ്വാനിക്കുന്നു, നമ്മളും അധ്വാനിക്കുന്നു. നമ്മളിപ്പോൾ വാഹനം ഓടിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഈ ഓട്ടോക്കാർ ചെയ്ത ഒരു മിസ്റ്റേക്കിനെ പറ്റിയാണ് ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ആ ചേട്ടൻ ചെയ്തത്, ആ വീഡിയോ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. കാരണം കഴിഞ്ഞ ദിവസം ചെയ്തു വെച്ച വീഡിയോ ആണ്. സഡൻലി നിർത്തി, അതുപോലെ തന്നെ എടുക്കുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ പോലും ഇല്ലാതെ റൈറ്റിലോട്ട് എടുത്തു. അതും മെയിൻ റോഡിലാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ വീഡിയോ ആണ് ഞാൻ വ്യക്തമായ രീതിയിൽ ചേട്ടാ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് പരാമർശിച്ചത്. ഈ ട്രാഫിക് നിയമം എന്ന് പറയുന്ന കാര്യം നമ്മളിപ്പോൾ ഒരാൾ മാത്രം പാലിച്ചത് കൊണ്ട് ഇവിടെ ഒരു തേങ്ങയും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നമ്മൾ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അങ്ങനെയെങ്കിലും ആർക്കെങ്കിലും ചെറിയ രീതിയിലുള്ള മോട്ടിവേഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ റോഡിൽ തന്നെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് കാണിച്ചു കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും ഒരു ഫോട്ടോ വെച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ അപകട ദൃശ്യം വെച്ച് അത് മാത്രമൊന്നുമല്ല, നമ്മൾ നിങ്ങൾക്ക് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ത്രൂ ആയിട്ട് നടക്കുന്ന കാര്യമാണ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഓട്ടോക്കാർ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ കമൻറ്റ് കണ്ടാൽ തന്നെ അറിയാം, ചിലപ്പോൾ ആ ചേട്ടൻ ഒരു ഓട്ടോക്കാരനായിരിക്കാം, ചിലപ്പോൾ ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരാളായിരിക്കാം. ഞാൻ പറയുന്നു, ചേട്ടാ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഐ ആം റിയലി സോറി. ഞാൻ ഉദ്ദേശിച്ചത് നിയമലംഘനം നടത്തുന്ന ചില ഓട്ടോകളെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഭൂരിപക്ഷവും റോഡിൽ ഓട്ടോക്കാരെ കൊണ്ട് ഒരുപാട് നിയമലംഘനം ഉണ്ടാവാറുണ്ട്. അത് നിങ്ങൾ ആരോട് ചോദിച്ചാലും വേണമെങ്കിൽ പറഞ്ഞു തരും. ചിലപ്പോൾ നിങ്ങളൊരു ഓട്ടോ ഓടിക്കുന്ന ആളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണം എന്നില്ല. കാരണം മനസ്സുകൊണ്ട് തന്നെ നിങ്ങളൊരു ഓട്ടോക്കാരനായതുകൊണ്ട് നിങ്ങൾ ഓട്ടോക്കാരെ സപ്പോർട്ട് ചെയ്യാനേ നിങ്ങൾ ശ്രമിക്കുള്ളൂ. അതുകൊണ്ട് ചേട്ടനത് മനസ്സിലാവായിട്ടായിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. ആ ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് വാഹനത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ബൈക്കുകളെ പറ്റിയും അതുപോലെ തന്നെ കാറുകളെ പറ്റിയും ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതേ സംസാരം തന്നെ ഒരു ചേട്ടൻ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ബൈക്കുകളെ പറ്റി പറഞ്ഞതുകൊണ്ട്, അതായത് ബൈക്കും ഓട്ടവും മാത്രമല്ല കാറുകളും നിയമലംഘനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കിട്ടൊന്ന് വെച്ചതാണ്. കാരണം നമ്മൾ കാർ ഓടിച്ച് പോകുമ്പോഴാണ് അത് എടുത്തത് കൊണ്ടായിരിക്കാം ആ ചേട്ടൻ ആ രീതിയിലുള്ള ഒരു കമൻ്റ് ഇട്ടത്. അപ്പോൾ പ്രിയ സഹോദരനായ ആ ചേട്ടനോടും എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളും നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാഹനം ഓടിക്കുന്ന ആൾക്കാരോട് ഒരു പ്രത്യേക വിദ്വേഷം വെച്ചോ അല്ല നമ്മൾ സംസാരിക്കുന്നത്. റോഡുകളിൽ പാലിക്കേണ്ട ചില നിയമങ്ങൾ, ഇപ്പം ഇൻഡിക്കേറ്റർ ഇടേണ്ട സിറ്റുവേഷൻ തന്നെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് ഒരു വളവെത്തി നമുക്ക് വളക്കേണ്ട സമയത്ത് ആ വളവെത്തുന്ന സമയത്ത് വളക്കുന്നതിനോടൊപ്പം ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് എൻ്റെ സൗകര്യത്തിന് ഞാൻ വളക്കും എന്നുള്ളൊരു സ്റ്റൈലിൽ. ഇപ്പം ഈ ഒരു റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. നല്ല മഴയത്താണ് നമ്മുടെ യാത്ര. പല സ്ഥലങ്ങളിലും വെള്ളങ്ങളും കാര്യങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഒരുപാട് കുഴികളും ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കടലിലുള്ള നമുക്ക് നീലത്തിമിംഗലത്തിനെ വരെ നമുക്ക് കൊണ്ട് വളർത്താൻ പറ്റുന്ന അത്രയും വലിയ കുഴികൾ നമ്മുടെ റോഡിൽ നമുക്ക് കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ പസഫിക് സമുദ്രം എന്ന് പറയുന്നത്, അവിടെ പോലും ആ ഗർത്തത്തിൽ വരെ ചിലപ്പോൾ ഇത്രയും വലിയ കുഴിയുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ട് തന്നെയാണ്. ആരും തെളിയിച്ചിട്ടില്ല ഇന്ന് വരെ. ഇപ്പം ഈ ഒരു കാര്യത്തിൽ പല ആൾക്കാർ, ഇപ്പോൾ ബസ്സുകാർ ഒരിക്കലും സ്പീഡ് ലിമിറ്റ് ചെയ്യാൻ അവർ തയ്യാറല്ല. അവർ പറയുന്നത് എന്താണ്, അവർക്ക് സമയമില്ല, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഓടി സ്റ്റാൻഡിലെത്തണം, 2 ബസ്സുകൾ ഒരുമിച്ചൊരു സമയത്ത് ഓടിക്കഴിഞ്ഞാൽ ഞങ്ങളെ പോലീസ് പിടിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് റോഡിൽ പൊലിയുന്ന ഒരുപാട് ജീവന് ഇപ്പോൾ ഒരു വിലയുമില്ല. നിങ്ങളുടെ സമയം തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് റോഡിൽ ഒരുപാട് ആൾക്കാരുടെ ജീവൻ പൊലിച്ചുകൊണ്ടാണോ അതിന് മാർഗം? ഒരു ചേട്ടൻ ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്നുണ്ട്. ലോറിയാണ്, എന്താണെന്ന് അറിയില്ല, എന്തൊക്കെയോ ലോഡ് ചെയ്യുകയാണെന്നൊക്കെ തോന്നുന്നു. നല്ല മഴയാണ് കേട്ടോ ഗൈസ്, നല്ല അടിപൊളി മഴയാണ്. ഈ ഒരു മഴ എന്ന് വെച്ചാൽ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നല്ലൊരു ഹരം പിടിക്കുന്ന ഒരു സമയമാണ്.
പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ഹരത്തിനോടൊപ്പം നമ്മൾ ഹോസ്പിറ്റലിലും ഒരുപാട് പൈസയും ചിലവാക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന സ്ഥലത്തേക്കും, അതായത് സ്വർഗത്തിലോട്ട് ചിലപ്പോൾ നമ്മൾ പോയി എന്നും വരാം. അതുകൊണ്ട് തന്നെ റോഡിലുള്ള അണ്ടർലൈനിങ്, ഏതെങ്കിലും വരകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചിഹ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. റോഡിലുള്ള ലൈനുകളും കാര്യങ്ങളും തന്നെ അറിയാത്ത പല ആൾക്കാരും തന്നെയാണ് റോഡിലോട്ട് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ബേസിക്കലി നമ്മളൊരു വളവിലെത്തുമ്പോൾ നമ്മൾ കുറച്ച് കൃത്യമായിട്ട് അളവൊന്നും പറയുന്നില്ല, ഏതാണ്ട് നമുക്കറിയാം നമുക്ക് എവിടെ നിന്നാണ് വളക്കേണ്ടത്. അതിൻ്റെ കുറച്ച് അകലെ നിന്നെങ്കിലും ബേസിക്കലി നമ്മൾ ഇൻഡിക്കേറ്റർ ഏത് ഭാഗത്താണെന്നെങ്കിൽ ഒന്ന് ഇടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഒരു റിക്വസ്റ്റും കൂടിയാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പുറകിൽ വരുന്നത് ഏതെങ്കിലും ഒരു ഹെവി വാഹനമാണെങ്കിൽ ആ വാഹനത്തിന് ചിലപ്പോൾ നിങ്ങളുടെ ഈ മോശമായിട്ടുള്ള പ്രവൃത്തി കണ്ട് അവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഇനി ചവിട്ടിയാലും നിന്നെന്ന് വരില്ല. അപ്പോൾ അവിടെ ഒരു അപകടം സംഭവിക്കും. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഒരു ഓട്ടോനെ ഒരു ലോറിയാണ് കൊണ്ടിടിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ലോറിക്കാരനെ മാത്രമേ എല്ലാവരും കുറ്റം പറയുകയുള്ളൂ. കാരണം അത് ലോഡും കയറ്റി പോകുന്നൊരു വലിയ വണ്ടിയാണല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കണ്ടേ എന്നേ പറയുള്ളൂ. ചെറിയ ചെറിയ വാഹനങ്ങളെ കൊണ്ട് വലിയ വലിയ വാഹനങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് പറയുമ്പോൾ ഇനിയിപ്പോൾ വേറെ കമൻറ്റ് വരും, നീ ആരാടാ ലോറിക്കാരനെ പൊക്കി പറയാനെന്ന് പറഞ്ഞിട്ട് വേറെ കമൻറ്റ് വരും. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഞങ്ങൾ ഒരു വണ്ടിയും പൊക്കി പറയുന്നതല്ല. സത്യസന്ധമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നു, നമുക്ക് അറിയുന്ന പോലെ. ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോസിൽ തന്നെ കമൻ്റ് ഇട്ട് ആ ചേട്ടൻ ഒരിക്കലും ഓർക്കുന്നില്ല ഇതിൻ്റെ അകത്ത് കണ്ട കാര്യങ്ങൾ. ആ ഓട്ടോ കാണിച്ച നിയമലംഘനം ആ ചേട്ടൻ ഒരിക്കലും അതിൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടാവില്ല. തുടക്കത്തിൽ മാത്രം വീഡിയോസ് കണ്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് അങ്ങോട്ട് വിളിച്ചു പറയുക, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഓരോ ആൾക്കാരും നിയമം പാലിച്ചു കഴിഞ്ഞാൽ ഇവിടെ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഒരു വാഹനം ആ വാഹനത്തിൻ്റെ നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് മാത്രം ഡ്രൈവ് ചെയ്യുക എന്നുള്ളൊരു കാര്യം പോലും ഇവിടെ ആർക്കും അറിയില്ല. എല്ലാവരും തൊട്ടില്ല എന്ന് പറഞ്ഞാൽ വാഹനം വെക്കുക. പിന്നെ ഇതുപോലുള്ള ലോറികൾ, ഇതുപോലുള്ള വലിയ വലിയ ലോറികൾ വരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ സൈഡ് നിങ്ങൾ മാറിക്കൊടുത്ത് അവർക്ക് പോകാനുള്ള ഒരു അവസരം എന്തായാലും കൊടുക്കുക. ഇപ്പോൾ പല വാഹനങ്ങളും നമ്മുടെ കേരളത്തിലെ നിയമം അനുസരിച്ചിട്ട് നമ്മൾ പല ആൾക്കാരും ഇടതുവശം ചേർന്നാണ് നമ്മൾ വാഹനം ഓടിക്കേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ ഈ വരുന്ന വലിയ വലിയ വാഹനങ്ങൾക്ക് ചില സമയങ്ങളിൽ അത് പറ്റിയെന്ന് വരില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇടതുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുടെ ലീലാവിലാസം, അതായത് എപ്പോഴാണ് വളക്കുക എങ്ങനെയാണ് വളക്കുക ഒന്നും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിപ്രാവുകളായിട്ടുള്ള നമ്മുടെ 2 വീലേഴ്സ് ഉണ്ട്, ചിലപ്പോൾ കാറുകളും ഉണ്ടാവാം. അപ്പം ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ പെട്ടെന്ന് അല്ലെങ്കിൽ പതിയെ അവിടെ ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ ഈ ലോഡും വണ്ടിക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ലോഡും വണ്ടികൾ മിക്കവാറും റൈറ്റ് സൈഡ് മാത്രം പിടിച്ചുകൊണ്ട് ഓടിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് നമ്മളിപ്പം വളക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഏത് വശത്താണ് തിരിയേണ്ടതെന്നും ഒക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള വീഡിയോസിൽ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാതെ വെറുതെ കമൻറ്റിൽ ഇങ്ങനെ പലതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഞാൻ തന്നെ വലുത് എന്നുള്ള രീതിയിൽ കമൻ്റ് ഇട്ടതിനെ കൊണ്ട് ഇവിടെ ഒരു കാര്യവുമില്ല സുഹൃത്തുക്കളെ. നിങ്ങളെക്കാളും പ്രായമുള്ള ആളാണോ അല്ലെങ്കിൽ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ആളാണോ എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പം ആ ചേട്ടനൊക്കെ വന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് പ്രായമുള്ള ആൾക്കാരായിരിക്കാം, അവരെ കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ള ആ ഒരു പ്രശ്നമാണ്. അത് ആ ജനറേഷൻ്റെതും അവരുടെ ഏജിൻ്റെ ആ ഒരു അധികമായിട്ടുള്ള പ്രശ്നമാണ്. അറിവ് എന്ന് പറയുന്ന സംഭവം ചിലപ്പോൾ നമുക്ക് ചെറിയ കുട്ടിയിൽ നിന്ന് വരെ നമുക്ക് കിട്ടിയേക്കാം, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അല്ലാതെ വെറുതെ വന്ന് കമൻ്റ് ഇട്ട് ഒന്നും കാര്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ റോഡിലോട്ട് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇൻഡിക്കേറ്റർ മസ്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. എവിടേക്ക് എനിക്ക് വളക്കണം അല്ലെങ്കിൽ ഏത് വശത്താണ് ഞാൻ പോകേണ്ടത്, ആ ഒരു വശത്ത് എത്തുന്നതിന് കുറച്ച് മുന്നേ തന്നെ പിറകിൽ വരുന്ന വാഹനത്തിന് നിങ്ങളൊരു മുന്നറിയിപ്പ് കൊടുക്കുക, ചേട്ടാ ഞാനിതാ വലതോട്ട് തിരിയുന്നുണ്ട് എന്നപ്പോൾ ആ ചേട്ടന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് അപകടം പരമാവധി കുറക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ അവസ്ഥ, നിങ്ങളിപ്പോൾ ഒരു വാഹനം, അതായത് ഒരു വാഹനം റോഡിൻ്റെ സൈഡിൽ നിങ്ങൾ നിർത്തുമ്പോൾ നിങ്ങൾ ഇടതുവശമാണ് നിർത്തുന്നതെങ്കിൽ ഇടത്ത് ഭാഗത്ത് ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം പതിയെ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നിർത്തിയ വാഹനം റൈറ്റിലോട്ട് കയറുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻഡിക്കേറ്റർ ഇടുക. അതുപോലെ തന്നെ ഒരു 2 ഓണും കൂടെ അടിച്ചു കൊടുക്കുക. കാരണം ഞാൻ അതായത് ഈ ഒരു സൈഡിൽ നിന്ന് ഞാൻ മെയിൻ റോഡിലോട്ട് കയറുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു വാഹനം പിറകിൽ നിന്ന് സൈഡ് മാറിത്തരാൻ ഹോൺ അടിക്കുന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് അതുപോലെ ഉപയോഗിക്കാം. അതായത് ഈ ഇൻഡിക്കേറ്റർ ലെഫ്റ്റിലേക്ക് ഇട്ട് കൊടുത്ത് 2 ഹോൺ അടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ സൈഡ് കൊടുക്കുകയാണ്. അപ്പോൾ അവർ റൈറ്റിലോട്ട് കയറി പോയിക്കോളും. ഇതൊക്കെ കൃത്യമായ രീതിയിൽ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ വീഡിയോസ് കൃത്യമായിട്ട് കാണുക, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ പെരുമാറുക.
അല്ലാണ്ട് ആരെങ്കിലും വിരോധം വെച്ച് നമ്മളോട് കമൻറ്റ് അല്ലെങ്കിൽ ഓട്ടോക്കാരെ മാത്രം അധിക്ഷേപിക്കരുത് എന്നുള്ള കാര്യമൊന്നും നിങ്ങൾ ഒരിക്കലും പറയരുത്. കാരണം നമുക്ക് ഒരാളോടും ദേഷ്യമില്ല, അങ്ങനെ തോന്നിയിട്ട് കാര്യവുമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളും ഞാനും ഒരുപാട് എന്താ പറയുക പരിചയമുള്ള ആൾക്കാരൊന്നുമല്ല. അതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളോടൊക്കെ ദേഷ്യം നമുക്ക് തോന്നേണ്ടത്? റോഡിൽ നടക്കുന്ന പല കാര്യങ്ങളും അപ് ടു കാര്യങ്ങളായിട്ടുള്ള ത്രൂ ആയിട്ട് നിങ്ങളിൽ എത്തിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളെ 2 വീലർ കാറ്, പ്രത്യേകിച്ച് മഴയാണ്, 2 വീലർ കാറ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുറകിലുള്ള വാഹനവും അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള വാഹനവും എപ്പോഴും ശ്രദ്ധിച്ചായിരിക്കണം നമ്മൾ പോവേണ്ടത്. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വാഹനം ഉണ്ടെങ്കിൽ ആ വാഹനം ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായി നോക്കണം. അതിനാദ്യം വേണ്ടത് നമ്മൾ ആ വാഹനത്തിനെ തൊട്ടില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നമ്മൾ പോകരുത്. ഒരു നിശ്ചിത അകലം നമ്മൾ എപ്പോഴും നമ്മൾ കൊടുക്കണം. പല സമയത്തും ഞാൻ കണ്ടിട്ടുണ്ട് 2 വീലർ കാറുകളുടെ പുറകിലോ അല്ലെങ്കിൽ വല്ല പിക്കപ്പിൻ്റെ പുറകിലോ ഒക്കെ റേസിങ് കളിക്കുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒന്നും വരാനില്ല, നിങ്ങളുടെ ജീവൻ നഷ്ടം വരും. പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ നമ്മുടെ ടയറും അതുപോലെ തന്നെ ഈ റോഡിലുള്ള വെള്ളവും തമ്മിൽ ചെറിയൊരു പാളി രൂപപ്പെടും അവിടെ. അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ സഡൻലി ചെയ്യുന്ന സമയത്ത് വണ്ടി ഒരിക്കലും നിൽക്കൂല എന്ന് മാത്രമല്ല, നമ്മൾ വിചാരിച്ച ആ ഒരു ഭാഗത്തേക്കായിരിക്കില്ല വണ്ടി പോകുന്നത്. എങ്ങനെ സംഭവിക്കുമല്ലോ, എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് വാഹനമായാലും ചെറിയ രീതിയിലുള്ള സ്ലോ, അതായത് വേഗത കുറയ്ക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബസ്സുകളെ കാണാറുണ്ട് ഒരുപാട് കാര്യം, ബസ്സുകളും ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളും. പ്രത്യേകിച്ച് ഈ ഹെവി വാഹനങ്ങൾ പോകുന്നതിൻ്റെ പരിസരത്ത് നമ്മൾ മത്സരിക്കാതെ നമ്മൾ കഴിയുകയാണെങ്കിൽ നമ്മൾ ഒതുക്കുക. കാരണം ബസ്സുകാരോട് എത്ര പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, അവർ പറയുന്നത് അവരുടെ സമയം കാര്യങ്ങളൊക്കെ പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വരാതെ നമ്മൾ സൂക്ഷിക്കുക. ഇപ്പോൾ റോഡിലും നമ്മളിപ്പോൾ ഈ ലൈന് കാണാം, ഈ ലൈന് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയൊക്കെ നമുക്ക് ഓവർടേക്കിംഗ് ചെയ്യാം. അതാണ് ഈ വിട്ട വരകൾ നമ്മൾ കാണുന്നത്. ഇപ്പം വണ്ടികൾ കയറി പോയിട്ടുണ്ട് നിങ്ങൾ. ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് കാണാം വര ഒറ്റ ജോയിൻ്റ് ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ജോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഭാഗത്ത് വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമാണ്. കാരണം ചിലപ്പോൾ അവിടെ ഒരു വളവായിരിക്കാം, അല്ലെങ്കിൽ ഇടുങ്ങിയ റോഡായിരിക്കാം, ചിലപ്പോൾ ഒരു ജംഗ്ഷൻ ആയിരിക്കാം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് വേണം, ഇതുപോലുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ സീബ്ര ക്രോസ് എത്തുന്ന സമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ത്രോട്ടിൽ കുറക്കുക, അതുപോലെ തന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്കിൽ പതിയെ നമ്മൾ കാല് വെക്കുക. കാരണം എപ്പോഴാണ് എങ്ങനെയാണ് ഏതെങ്കിലും കീറാമുട്ടികൾ കയറി വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവർ നിയമലംഘനം നടത്തി കഴിഞ്ഞാലും നമ്മൾ അവർക്കിട്ട് കൊണ്ടുപോയി ഇടിക്കാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പ്രത്യേകിച്ച് ഇതുപോലുള്ള വളവുകളിൽ നമ്മൾ വ്യക്തമായ രീതിയിലുള്ള ഹോണുകൾ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും ഇപ്പോൾ ഒരു ഷോയാണ്. ഇപ്പം കൂടുതലും കാറുകളൊന്നും ഇപ്പോൾ ഹോൺ അടിക്കാറേ ഇല്ല, അതായത് വളവുകളിലും കാര്യങ്ങളിലും ഒന്നും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന പാർട്സുകളൊന്നും, ഹോണും കാര്യങ്ങളൊന്നും നമ്മൾ ഷോന് വേണ്ടി തന്നതല്ല, വ്യക്തമായി അടിക്കാൻ തന്നെയാണ്, അടിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് കേൾക്കാനും തന്നെയാണ്. അപ്പോൾ അതുപോലും മനസ്സിലാക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സീസണിൽ യൂത്ത് ഒരുപാട് കുട്ടികൾ വാഹനമെടുത്ത് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അവരുടെ സ്പീഡെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു 50 അല്ലെങ്കിൽ ഒരു 60 അവർക്ക് പോകാൻ അറിയില്ല. അതുകൊണ്ടാണ് അവരുടെ മീറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ 100, 110 അല്ലെങ്കിൽ 120 അങ്ങനെയൊക്കെയാണ് ആ കുട്ടികളുടെ മീറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് അതേ അറിയുള്ളൂ, അവർ ആ സംഖ്യ മാത്രമേ മീറ്ററിൽ നോക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താവും, സ്ഥിരം നമുക്ക് വീട്ടുകാർക്ക് ചിലപ്പോൾ ഒരുപാട് ഇരുന്ന് കരയേണ്ട അവസ്ഥയൊക്കെ പല സിറ്റുവേഷനിലും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി യൂത്ത് കുട്ടികൾ ആരെങ്കിലും ഒരു 18 വയസ്സൊക്കെ ആയോ അല്ലെങ്കിൽ 18 വയസ്സിന് താപ്പോട്ടുള്ള ഒരുപാട് കുട്ടികൾ വാഹനം എടുക്കുന്നുണ്ട്. നിങ്ങൾ കാണുകയാണെങ്കിൽ ഞങ്ങളോട് ദേഷ്യം വരാതെയും ഞങ്ങളെ ചീത്ത പറയാതെയും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് നിയമം പാലിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ 18 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾ വാഹനം ഓടിക്കാണ്ടിരിക്കാനും ശ്രമിക്കുക. കാരണം മെയിൻ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. എന്തെങ്കിലും തട്ടോ മുട്ടോ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തരത്തിലുള്ള പൈസ കിട്ടൂല എന്ന് മാത്രമല്ല, ഒരുപാട് നിയമപ്രശ്നങ്ങളും അവിടെ വരും. ഇപ്പോഴത്തെ നിയമം വെച്ച് ചിലപ്പോൾ ഓടിക്കുന്ന ആൾക്കാരുടെ, അതായത് രക്ഷിതാക്കളുടെ പേരിൽ വരെ കേസെടുക്കാനുള്ള നിയമമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക. അങ്ങനെ ചെത്തി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് നൈസായിട്ട് സ്കിപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ഈ മിസ്റ്റ്, അതായത് നമ്മുടെ വാഹനത്തിനെല്ലാം മിസ്റ്റ് പിടിക്കും ചില സമയത്ത്, ഗ്ലാസ്സിനൊക്കെ. ആ സമയത്ത് വിസിബിലിറ്റി ശരിയായ രീതിയിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള സമയത്ത് AC എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കണമെന്നും എങ്ങനെ നമുക്ക് മിസ്റ്റ് കളയാവുന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ വിശദമായിട്ട് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അറിവ് വേണമെങ്കിൽ ഒന്ന് കയറുക, നിങ്ങൾക്ക് കാണുക. അറിവുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും, അവർ ചിലപ്പോൾ കാണണ്ട, അവർ മാറിയിക്കുക. അറിവില്ലാത്ത ആൾക്കാരിലേക്ക് അവർ കണ്ടോട്ടെ, അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക.
റോഡിൽ നടക്കുന്ന 95% അപകടം ഒരു ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ട് മാത്രം വരുന്നതാണ്. ബാക്കി ഒരു 5% മാത്രമേ ഉള്ളൂ വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് വന്നാലോ അല്ലെങ്കിൽ ബ്രേക്ക് പോയിട്ടോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഒരു 95% മുകളിൽ ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നമ്മൾ റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ മുന്നിൽ പോകുന്ന ഈ ഓട്ടോക്കാരെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ പരാമർശിച്ചെങ്കിലും എനിക്കിപ്പോൾ അത് പറയാതെ വയ്യ. കാരണം പല സിറ്റുവേഷനിലും ഈ ഓട്ടോ ചേട്ടന്മാരെ അവർക്ക് എപ്പോൾ വളക്കണം ആ രീതിക്ക് വളക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഇവരെ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ആ റോഡിൽ ഇറങ്ങുമ്പോൾ. കാരണം ഇവരെ ശ്രദ്ധിച്ചാൽ തന്നെ ഭൂരിഭാഗവും നിങ്ങൾക്ക് അപകടം കുറക്കാൻ വേണ്ടി പറ്റും. കാരണം ഇവരെങ്ങോട്ടാണ് വളക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇവരെപ്പോൾ വളക്കുമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. വെറുതെ നമ്മൾ വാഹനം കൊണ്ടുപോയി തട്ടിക്കഴിഞ്ഞാൽ നമ്മളും അവരും തമ്മിൽ ചിലപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം സൃഷ്ടിക്കുക എന്നല്ലാതെ നമുക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടില്ല. അതുകൊണ്ട് തന്നെ വാഹനം ഓടിക്കുമ്പോൾ ഇതുപോലെ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം മാത്രം കയറുക. എവിടെയാണ് ഞാൻ ഏത് വശത്താണ് ഞാൻ കയറി പോകുന്നത് ആ വശത്തേക്ക് ഇൻഡിക്കേറ്റർ കൃത്യമായി ഇടുക. ഇപ്പോൾ ഈ കാറുകാരൻ പാലിച്ച പോലുള്ള കൃത്യമായിട്ടുള്ള നിയമം നമ്മൾ പാലിക്കുകയാണെങ്കിൽ റോഡിൽ ഒരു അപകടം ഉണ്ടാവില്ല. നിങ്ങൾ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടുകാർക്കും നല്ല കോൺഫിഡൻസോട് കൂടി അവിടെ ഇരിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ അവർ സ്ഥിരം കിടന്ന് കരയേണ്ട ഒരു അവസ്ഥയായിരിക്കും. കാരണം എൻ്റെ മകൻ പോയല്ലോ അല്ലെങ്കിൽ എൻ്റെ മകൾ പോയല്ലോ എന്നും പറഞ്ഞ്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയല്ല എങ്കിലും നാട്ടുകാർക്ക്, അതായത് നാട്ടുകാർക്ക് മീൻസ് മറ്റുള്ള ആൾക്കാരുടെ ജീവന് വിലയുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങളുടെ വാഹനം കൊണ്ടുപോയി വേറൊരാൾക്ക് അടിച്ചാലും അവർക്കും അപകടം പറ്റും. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ പിന്നെ നിങ്ങളെ കാത്തിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ കെയറായിട്ട് മാത്രമേ നിങ്ങൾ വാഹനം ഓടിക്കാൻ വേണ്ടി നിങ്ങൾ പാടുകയുള്ളൂ. മത്സരം അതുപോലെ തന്നെ ഷോ ഈ സംഭവങ്ങളൊന്നും നമുക്ക് ഡ്രൈവിങ്ങിൽ ഒരിക്കലും പറ്റില്ല. അത് കളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഒരുപാട് എന്താ പറയുക റേസിംഗ് ഗ്രൗണ്ടുകൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഷോ കളിക്കുക. റോഡിലോട്ട് പട്ടി ഷോ കളിക്കാനും അതുപോലെ തന്നെ യഥാക്രമത്തിൽ നിയമം പാലിക്കാതെ വരുന്ന ആൾക്കാർക്കും തക്കതായിട്ടുള്ള നടപടിയും ശിക്ഷയും തന്നെ കൈക്കൊള്ളണം. അതിലൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. അങ്ങനെ തന്നെയാണ് പറയുന്നത്. അത്തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് കേരള പോലീസിൻ്റെതോ അല്ലെങ്കിൽ നമ്മുടെ MVDൻ്റെയോ സൈറ്റിലോട്ട് നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള ആക്ഷൻ വരും.